ഏരൂർ തെക്കേവയൽ ഭാഗത്ത് കാട് വെട്ടി നീക്കുന്നതിനിടെ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ച ഏരൂർ സ്വദേശി സജുരാജിന്റെ മൃതദേഹം സംസ്കരിച്ചു. ബുധനാഴ്ച രാവിലെയോടെ ഏരൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി അന്തിമോപചാരം അർപ്പിച്ചു. ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്ന സജുരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് സജുരാജിന്റെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു. ചന്തയിലൊരു ബിസിനസ്, അതായത് കോഴിക്കട എടുത്ത് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. എന്നാൽ സജുവിൻ്റെ ഈ ഒരു ഇതായിരുന്നു ഏക വരുമാന മാർഗം. സജു കുറച്ച് നാൾ മുമ്പ് അത് വാങ്ങിച്ച് അവിടെ കുറച്ച് കുതിരയും കുറേ പട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാം പോലാണ്. ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കേസാണ്. ഇവരുടെയൊക്കെ ഏക വരുമാന മാർഗം സജുവാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചെയ്യണം. പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ഏതിൽ നിന്നാണെങ്കിലും അതിനുള്ളൊരു സഹായം ചെയ്യിക്കാനുള്ള കാര്യം ചെയ്യണം. തെക്കേവയൽ ഭാഗത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ പ്രദേശത്ത് കാട് വെട്ടി നീക്കുന്നതിനിടെ ഞായറാഴ്ചയാണ് സജുവിന് പാമ്പ് കടിയേറ്റത്. ആദ്യം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊട്ടിയത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ച സജു തിങ്കളാഴ്ച രാത്രിയോടെയാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം കഴിഞ്ഞ ദിവസം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു. നാട്ടുവാർത്ത, ഏരൂർ. ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് TV, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ.